എല്ലാവർക്കും നൽകുന്ന അവകാശം, ഏത് പാവപ്പെട്ടവർക്കും സമ്പന്നനും, ഏത് മതക്കാർക്കും ഏത് ഭാഷക്കാർക്കും എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന, ശക്തി നൽകുന്ന, സമാധാനം നൽകുന്ന, ധൈര്യം നൽകുന്ന ആ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന ദുശക്തികൾക്കെതിരെ ചാട്ടുളി പ്രയോഗമായിട്ടാണ് ഈ മനുഷ്യജാലികയിൽ നമ്മൾ മുദ്രാവാക്യം വിളിച്ചിങ്ങോട്ട് കടന്നു വന്നത്. ഇവിടെ ചെയ്യുന്ന പ്രതിജ്ഞ ഈ രാജ്യം നിലനിൽക്കാനുള്ള പ്രതിജ്ഞയാണ്. ലോകത്തെമ്പാടും വർഗീയത, വംശീയത ഏറ്റവും വലിയ കച്ചവട വസ്തുവായി ഉപയോഗിക്കുന്ന കാലത്ത്, അധികാര കസേരകളിലേക്കുള്ള എളുപ്പ വഴിയായി വർഗീയത ഉപയോഗപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ 47,000-ഓളം വരുന്ന മനുഷ്യ ജീവനുകളെ നിഷ്കരുണം കൊന്നുകളഞ്ഞത് പലസ്തീന്റെ മണ്ണിൽ, അതിൽ 20,000-ത്തിലധികം വരുന്നത് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു മക്കളായിരുന്നു. ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന മക്കളെ പോലും കൊന്നൊടുക്കി 300-ഓളം വരുന്ന ആശുപത്രികളും സ്കൂളുകളും തകർത്ത് തരിപ്പണമാക്കി. എന്തായിരുന്നു കാരണം? വർഗീയത, വംശീയത. മതത്തിന്റെ പേരിൽ വേലിക്കെട്ടുകൾ തീർത്ത് മനുഷ്യരെ കൊന്നൊടുക്കി, രക്തച്ചാലുകൾ ഒഴുക്കി. എന്നിട്ട് ഈ തീവ്ര ഭീകരതയുടെ, മതവർഗീയതയുടെ ഏറ്റവും വലിയ ദുശക്തികളായി ഇസ്രയേലിലെ ജൂതപ്പട്ടാളം, സയണിസത്തിന്റെ മാരകമായ തീവ്രത ബാധിച്ചവർ ലോകത്ത് നരനായാട്ട് നടത്തുന്നു. എന്തേ അവരുടെ ലക്ഷ്യം? അവരുടെ അധികാരം. അതിനപ്പുറത്ത് അവർക്ക് ലക്ഷ്യങ്ങളില്ല. ട്രംപ് അമേരിക്കയിൽ പിന്നെയും അധികാരത്തിൽ വന്നു. സത്യത്തിൽ ട്രംപ് വരാനുള്ള കുറുക്ക് വഴി എന്തായിരുന്നു? അവിടെയും വംശീയത, വെള്ളക്കാരന്റെ വംശീയത, വെള്ളക്കാരന്റെ വർഗീയത, അത് കച്ചവടം ചെയ്തുകൊണ്ടാണ് രണ്ടാമത് അമേരിക്കയുടെ തലപ്പത്തേക്ക് പിന്നെയും ട്രംപ് വരുന്നത്. ഇന്തോ അമേരിക്കൻ സംസ്കാരത്തെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പൗരത്വ ബില്ല് നടപ്പാക്കിയതുപോലെ ഈ അമേരിക്കയിലെ ഇന്തോ അമേരിക്കൻ വംശജരെ, അതേപോലെ മറ്റ് സംസ്കാരങ്ങളെ സ്വീകരിച്ച അമേരിക്കയിൽ നിന്ന് അവരെ പടിയടച്ച് പിണ്ടം വെക്കാൻ അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ പോലും അവിടെ ഭീഷണിയിലാണ്. ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ, ചേർത്ത് നിർത്താൻ തയ്യാറാവാതെ, പുറത്താക്കാനും ആട്ടിയോടിക്കാനും ഭരണാധികാരികൾ ഏറ്റവും വലിയ കുറുക്കു വഴി തേടുന്നത് ഈ വർഗീയത അവരുടെ അനുയായികളിൽ കത്തിച്ചുകൊണ്ടാണ്. ഈ വംശീയത, ഈ ജാതീയത ഇവിടെ മേലാളന് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ, വെള്ളക്കാരന് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന സിദ്ധാന്തം ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ വേദനയുടെ വാർത്തകളാണ്. ഈ കഴിഞ്ഞ 2024 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പണം ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ കുറിച്ച് പഠനം നടത്തിയ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞത്, മനുഷ്യാവകാശ സംഘടന പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി 2024 നരേന്ദ്രമോദി നടത്തിയ 173 പ്രഭാഷണങ്ങളിൽ 110 പ്രഭാഷണങ്ങളും വർഗീയതയുടെ, വംശീയതയുടെ വിഷം ചേർത്തതായിരുന്നു എന്ന് പറയുന്നത് നമ്മളല്ല, സമസ്തക്കാരല്ല, SKSSFകാരല്ല. ഇത് പഠനം നടത്തിയ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? പക്ഷെ ഒരു കാര്യം, ഇന്ത്യക്കാർ അവരെ നിലക്ക് നിർത്തി. അയോധ്യയിൽ പോലും, അയോധ്യ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ പോലും ഈ വർഗീയതയെ, ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ അപ്പുറത്ത് മാറ്റി നിർത്തി അങ്ങനെയുള്ള സംഘപരിവാർ ശക്തികളെ പാഠം പഠിപ്പിച്ച മനോഹരമായ പാരമ്പര്യം, മതേതരത്വത്തിന്റെ ആ മനോഹാരിത ഇവിടെ കെടാതെ നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ട റിസൾട്ട്. ഈ രാജ്യം നിലനിൽക്കണം, രാജ്യത്തിന്റെ വികസനം, അല്ലെങ്കിൽ ഈ നാട്ടിലെ പട്ടിണി, ജനങ്ങളുടെ പുരോഗതി, ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ തൊഴിലില്ലായ്മ, ഇതൊന്നുമല്ല ഭരണാധികാരികൾക്ക് വിഷയം. അവർ നിരന്തരം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം അവർക്ക് പറയാനുള്ളത് ഒരു സമൂഹത്തിനെതിരെ, ഒരു സമുദായത്തിനെതിരെ ഉള്ള ഒളിയമ്പുകളും അതിനെതിരെ ഒരു സമുദായത്തെ മാറ്റി നിർത്താനും പാർശ്വവൽക്കരിക്കാനുമുള്ള സിദ്ധാന്തങ്ങളാണ്. അതിനുവേണ്ടിയാണ് പൗരത്വ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിനാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിനാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ വഖഫ് സ്വത്തുക്കൾക്കെതിരെയുള്ള ബില്ല് പാസാക്കിയെടുക്കാനുള്ള ഗൂഢമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്രസകൾക്കെതിരെ വാളോങ്ങിയത്, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ ചോദ്യം ചെയ്യാൻ. ഇന്ത്യയിലെ ധാരാളം മുസ്ലിങ്ങളുടെ സ്വത്ത്, ഒരു പാരമ്പര്യത്തിൽ കടന്നു വരുന്ന സ്വത്ത്, അത് എനിമി പ്രോപ്പർട്ടി ആക്ട് പരിഷ്കരിച്ചുകൊണ്ട് അതിൽ ഇഷ്ടമുള്ളത് കൂട്ടിച്ചേർത്തുകൊണ്ട് അതിലെല്ലാം വർഗീയതയും മുതലെടുപ്പും നടത്താൻ ശ്രമിക്കുന്ന ആളുകളെ
തിരിച്ചറിയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിന്റെ ബോധവൽക്കരണമാണ് മനുഷ്യജാലിക. ഒരു കാര്യം വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ള നാട് ഇന്ത്യയാണ്. പക്ഷേ വഖഫ് സ്വത്ത് എന്ന് കേൾക്കുമ്പോ അത് ഒരു കിരാതമായ വാക്കാണ് എന്ന് പറയുന്ന ആളുകൾ, അത് ഏറ്റവും വലിയ മാരകമായ അക്ഷരങ്ങളാണ്, പദപ്രയോഗങ്ങളാണ് എന്ന് വിലയിരുത്തുന്ന പൊതുപ്രവർത്തകരായ ആളുകൾ പോലും പഠിക്കണം, മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ഒരുപാട് ആയിരക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ ഉള്ളത് അലഞ്ഞു നടക്കുന്ന നാൽക്കാലികൾക്ക് വെള്ളം കുടിക്കാൻ വഖഫ് ഭൂമിയും വഖഫ് സ്ഥാപനങ്ങളും വഖഫ് ചെയ്യപ്പെട്ട നാടാണ് ഇന്ത്യ. പള്ളിയും മദ്രസയും മാത്രമല്ല വഖഫ് സ്വത്ത് എന്നത്. ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി, പാവപ്പെട്ട യാത്രക്കാർക്ക് വേണ്ടി മുസാഫർ ഖാനകൾ, ഏത് യാത്രക്കാരാവട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ, അവന് കടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാനും മുസാഫർ ഖാനകൾ വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക്, അത് ഏത് മതക്കാരനാവട്ടെ, പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്ക് വഖഫ് ചെയ്യപ്പെട്ട അങ്ങനെയുള്ള അനാഥ സ്ഥാപനങ്ങളുണ്ട്. നാൽക്കാലികൾക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമുള്ള ഭൂമിയും സ്ഥാപനങ്ങളുമുണ്ട്. വഖഫ് എന്നത് അത് ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന വഖഫ് കൊണ്ട് ആർക്കാണൊരു വേദന ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ ഈ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ സ്വന്തം പണച്ചെലവിൽ സ്വന്തം ഭൂമിയിൽ പള്ളികൾ ഉണ്ടാക്കി കൊടുത്ത ഹിന്ദു സഹോദരി സഹോദരന്മാരെ നമുക്ക് ധാരാളം കാണാനായി സാധിക്കും. ഇപ്പോഴും നമ്മുടെ പള്ളികൾക്ക്, നമ്മുടെ മദ്രസകൾക്ക് സംഭാവന ചെയ്യുന്ന ഈ നാട്ടുകാരുണ്ട്. പള്ളി എന്നത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കണ്ട. നമ്മുടെ ഈ മലയാളക്കരയിൽ, ഈ മലപ്പുറം ജില്ലയിൽ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രോഗികൾക്ക് വേണ്ടി ഒരു ഫണ്ട് സമാഹരണം നടത്തി. പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഔദ്യോഗികമായി നടത്തിയ ആ ഫണ്ട് സമാഹരണത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചത്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് പാസാക്കി കൊടുക്കുക ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന വേർതിരിവിലല്ല, രോഗികൾക്കാണ്. കിഡ്നി രോഗി, ക്യാൻസർ രോഗി, ഏത് മതക്കാരനാവട്ടെ, അതിനന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ പള്ളികളിലായിരുന്നു. ആ പള്ളികളിൽ ഓരോ ആഴ്ചയും നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളായ ആളുകളുടെ അവരുടെ മക്കളെ കെട്ടിക്കാൻ പിരിവ് നടക്കാറുണ്ട്. അവരെ സഹായിക്കാൻ, അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, അവരുടെ രോഗചികിത്സക്ക് ഈ പാരമ്പര്യമാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. അങ്ങനെ വഖഫ് സ്വത്തുക്കളെ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അവിടെയും വർഗീയത ചാലിക്കുന്നവർ മദ്രസകൾ നിരോധിക്കണം. മദ്രസകൾ തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളാണ്. മദ്രസകൾക്ക് കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും സഹായിക്കാൻ പാടില്ല. ഭരണാധികാരികളും അവരുടെ കീഴിലുള്ള കമ്മീഷനുകളും അഭിപ്രായം പറയുമ്പോ ഒരു കാര്യം പറയണം, ഇന്ത്യയുടെ മദ്രസകൾ എന്താണ്? കേരളത്തിന്റെ മദ്രസകൾ ഒരുപക്ഷെ 1-2 മണിക്കൂർ ആ ഗവൺമെന്റിൽ നിന്ന് ഒരു സഹായവും സ്വീകരിക്കാതെ ഓരോ നാട്ടുകാർ അവരുടെ നാണയത്തുട്ടുകൾ സംഭാവനയായി സ്വീകരിച്ച് മതം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്രാഥമികമായ മദ്രസകളാണെങ്കിൽ, ഉത്തരേന്ത്യയിലെ മദ്രസകൾ അങ്ങനെയല്ല. ചില പഞ്ചായത്തുകളിൽ യുപിയിലും ബംഗാളിലും ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലും ആസാമിലുമൊക്കെ ഒരു പഞ്ചായത്ത് പരിധിയിൽ ഒരൊറ്റ സ്കൂളും ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട്. ഗവൺമെന്റിന് സ്കൂൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, മറ്റു മാനേജ്മെന്റുകൾക്ക് സ്കൂൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവിടുത്തെ മൊല്ലാക്കമാർ, അവിടുത്തെ പണ്ഡിതന്മാർ പണപ്പിരിവ് നടത്തി അവർ മദ്രസ ഉണ്ടാക്കി. ആ മദ്രസയിൽ അവർ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നു. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. 2019 നടത്തിയ പഠനപ്രകാരം വെസ്റ്റ് ബംഗാളിലെ മദ്രസകളിൽ 18.5% പഠിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളായ ആൺകുട്ടികളും പെൺകുട്ടികളും ക്രിസ്ത്യാനികളായ കുട്ടികളുമാണ്. 18% വെസ്റ്റ് ബംഗാളിലെ മദ്രസ വിദ്യാർത്ഥികൾ. ആ മദ്രസകളിൽ അധ്യാപനം നടത്തുന്ന 29% അധ്യാപകർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. 2019 അവിടെ പൊതുപരീക്ഷ ആലിമിയ എന്ന പേരിൽ 10ാം ക്ലാസ് SSLCക്ക് തുല്യമായ പൊതുപരീക്ഷ നടത്തിയപ്പോ 1, 2, 3 റാങ്ക് നേടിയത് വെസ്റ്റ് ബംഗാളിലെ ഹിന്ദു പെൺകുട്ടികളായിരുന്നു. മദ്രസകൾ എന്ന് പറഞ്ഞാൽ അവിടെ കണക്കും സയൻസും സോഷ്യൽ സ്റ്റഡീസും പഠിപ്പിക്കുന്നു. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നു. അതിന്റെ ഇടവേളകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം മതാധ്യാപകനം നൽകുന്നു. പണം പിരിവെടുത്ത് നടത്തിയ അതിൽ ഗവൺമെന്റുകൾ ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ, കണക്ക് പഠിപ്പിക്കാൻ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ 6000-ഉം 8000-ഉം ഒക്കെ ഗ്രാന്റ് നൽകും. ബാക്കിയുള്ളത് ഈ പണ്ഡിതന്മാര് പിരിവെടുത്ത് അവരെ സഹായിക്കും. ഉത്തരാഖണ്ഡിൽ 10.5% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് മദ്രസയിൽ വന്ന് പഠിക്കുന്നത്.
നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ അവർ മദ്രസയിൽ പഠിച്ചവരായിരുന്നു. രാജാറാം മോഹൻ റായ് മദ്രസ വിദ്യാർത്ഥിയായിരുന്നു. മദ്രസകൾ എന്താണെന്ന് പഠിക്കാതെ, വഖഫ് സ്വത്ത് എന്താണെന്ന് പഠിക്കാതെ, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം പഠിക്കാതെ, അതൊക്കെ ഇവിടെ വർഗീയത ചാലിച്ചുകൊണ്ട് കുപ്രചാരണങ്ങൾ നടത്തി മുതലെടുപ്പ് നടത്തുന്നവരോട് ന്യായം പറയാൻ നമ്മൾ ഇങ്ങനെയുള്ള വേദികൾ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിലേക്ക് കടന്നു വരണം. നമുക്ക് നന്മകൾ നിലനിൽക്കണം. നമുക്ക് നമ്മുടെ മനോഹാരിത നിലനിൽക്കണം. ആ സന്ദേശമാണ് രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ ബഹുമാനപ്പെട്ട SKSSF ഇവിടെ വിളംബരം ചെയ്യുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്നും ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തോടൊപ്പം, സ്നേഹത്തോടൊപ്പം, നന്മയോടൊപ്പം നിലനിന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. സമസ്തയുടെ സന്ദേശം ഈ നാട്ടിലെ ഭരണാധികാരികൾ പോലും കൈനീട്ടി സ്വീകരിക്കുന്നു. കർണാടക സർക്കാർ സയ്യിദുൽ ഉലമയെ, ശൈഖുൽ ജാമിയയെ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ഗസ്റ്റായി കർണാടക സർക്കാരിന്റെ അതിഥികളായി ക്ഷണിച്ചു കൊണ്ടുപോയപ്പോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞൊരു വാക്കുണ്ട്: സമസ്തയുടെ സന്ദേശം കർണാടകയിൽ നിങ്ങൾ വ്യാപിപ്പിക്കണം. ഒരു കേരള മോഡൽ. മാനവികതയുടെ നിലനിൽക്കണം, സൗഹാർദ്ദം നിലനിൽക്കണം, മനുഷ്യ സൗഹാർദ്ദം നിലനിൽക്കാൻ നിങ്ങളുടെ പ്രവർത്തനമാണ് ആവശ്യമെന്ന് നമ്മുടെ നേതാക്കളോട് പറഞ്ഞ് സമസ്തയുടെ സന്ദേശം, സൗഹൃദത്തിന്റെ സന്ദേശം അത് വ്യാപകമാകാൻ മോഹിച്ച് നമ്മളും ഭരണാധികാരികളും ഏത് പക്ഷത്തുള്ളവരും കാത്തിരിക്കുമ്പോ അവരുടെ മുന്നിൽ ഈ സന്ദേശത്തിന്റെ മനോഹാരിത പ്രഖ്യാപിക്കാൻ 2026 ഫെബ്രുവരിയിൽ സമസ്തയുടെ 100ാം വാർഷികം നടക്കാൻ പോവുകയാണ്. SKSSFന്റെ സമസ്തയുടെ പ്രവർത്തകർ ഈ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമസ്ത ഇവിടെ നിലനിൽക്കണം, SKSSF നിലനിൽക്കണം, ഈ രാജ്യം നിലനിൽക്കണം, നമ്മുടെ ത്യാഗം അതിനു വേണ്ടിയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.